കൂടോത്ര വിവാദത്തിൽ നിർണായകമായ വെളിപ്പെടുത്തൽ ആണ് ന്യൂസ് 18 കേരളം പുറത്തുവിടുന്നത്. കെ സുധാകരനെ അപായപ്പെടുത്താൻ കൂടോത്രം ചെയ്തത് പ്രമുഖ കോൺഗ്രസ് നേതാവ് തന്നെ എന്നതാണ് ആ വെളിപ്പെടുത്തൽ. കൂടോത്ര അവശിഷ്ടങ്ങൾ പുറത്തെടുക്കുന്നതിന് ദൃക്സാക്ഷിയായ വിപിൻ മോഹൻ ആണ് ഈ വിവാദ വെളിപ്പെടുത്തലുമായി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ പരിശോധന നടത്തിയിട്ടും കെ സുധാകരന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായി കണ്ടെത്തിയിരുന്നില്ല. വിവാദങ്ങൾ തുടർച്ചയായി വേട്ടയാടിയ പശ്ചാത്തലത്തിൽ ആയിരുന്നു നെഗറ്റീവ് എനർജി കണ്ടെത്താൻ ആചാര്യനെ വിളിച്ചു വരുത്തിയത് എന്ന് വിപിൻ പറയുന്നു. കൂടോത്രം കുഴിച്ചെടുത്തത് കന്നിമൂലയിലെ 3 അടി താഴ്ചയിൽ നിന്ന് എന്നും സുധാകരന്റെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗവും വിശ്വസ്തനുമായ വിപിൻ പറയുകയാണ്. ന്യൂസ് 18 ബിഗ് ബ്രേക്കിംഗിലേക്ക്, ആ പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടി. KPCC അധ്യക്ഷൻ കെ സുധാകരനെ അപായപ്പെടുത്താൻ അദ്ദേഹത്തിൻ്റെ കണ്ണൂർ നടാലിലുള്ള ഔദ്യോഗിക വസതിയുടെ കന്നിമൂലയിൽ കൂടോത്രം ചെയ്തു എന്ന വാർത്ത ന്യൂസ് 18 കഴിഞ്ഞ ദിവസമാണ് പുറത്തുവിട്ടത്. അതിനു പിന്നാലെ കോൺഗ്രസ് രാഷ്ട്രീയം കലങ്ങിമറിയുകയാണ്. ആരാണ് ഇത് ചെയ്തത്? എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്തത്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുകയാണ് രാഷ്ട്രീയ കേരളം. അതിനിടയിൽ ഈ സംഭവങ്ങൾക്ക് ദൃക്സാക്ഷികളായ കെ സുധാകരനും രാജ്മോഹൻ ഉണ്ണിത്താനും മാധ്യമപ്രവർത്തകരുടെ ആവർത്തിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് ചിരി മാത്രം നൽകി ഒഴിഞ്ഞു മാറുകയായിരുന്നു. പക്ഷേ സംഭവങ്ങൾക്ക് ദൃക്സാക്ഷിയായ ഒരാൾ KPCC അധ്യക്ഷൻ്റെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗം കൂടിയായിരുന്ന വിപിൻ മോഹൻ ന്യൂസ് 18നോടൊപ്പം ചേരുകയാണ്. വിപിൻ, കേരള രാഷ്ട്രീയം ഞെട്ടിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഈ കൂടോത്ര വിവാദവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ കണ്ട്. ഇത് എന്ന് സംഭവിച്ചതാണ് യഥാർത്ഥത്തിൽ? കൃത്യമായ ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല. ഏകദേശം 1.5 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇത് കണ്ടെത്തുന്ന സമയത്ത് രാജ്മോഹൻ ഉണ്ണിത്താൻ MPയും അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ അവിടേക്ക് വിളിച്ചു വരുത്തിയതാണോ, അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നതാണോ? അദ്ദേഹത്തെ അവിടെ വിളിച്ചു വരുത്തിയതാണ്. ഈ ആചാര്യൻ അവിടെ എത്തിയത് കെ സുധാകരൻ മുഖേനയാണോ അതോ രാജ്മോഹൻ ഉണ്ണിത്താൻ മുഖേനയാണോ? രാജ്മോഹൻ ഉണ്ണിത്താൻ മുഖേനയാണ് ആചാര്യൻ അവിടെ എത്തുന്നത്. പിന്നെ അവിടെ സംഭവിച്ചത് എന്താണ് ഇങ്ങനെ ഇദ്ദേഹം ഇവിടേക്ക് എത്താൻ ഇടയാക്കിയ സാഹചര്യം എന്തായിരുന്നു? സുധാകരൻ സാറിന് പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ KPCC പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം പുള്ളിക്ക് നിരന്തരമായ ശാരീരിക അസ്വസ്ഥതകളും പ്രശ്നങ്ങളും ഓരോ അസുഖങ്ങളായിട്ടുണ്ടായി. പലതരം മെഡിക്കൽ ചെക്കപ്പുകൾ നടത്തിയിട്ടുണ്ടെങ്കിലും യാതൊരുവിധ അസുഖങ്ങളോ ഒന്നും കണ്ടെത്താൻ മെഡിക്കൽ ബോർഡിനോ ഡോക്ടേഴ്സിനോ ആയിട്ടില്ല. അപ്പോൾ അതിൻ്റെ തുടർന്നാണ് ഇങ്ങനെയൊരു നെഗറ്റീവ് എനർജിയുടെ ഒരു സാന്നിധ്യമുണ്ട് എന്ന് പല കോണിൽ നിന്നും പലരും പറയുകയും രാജ്മോഹൻ ഉണ്ണിത്താൻ MP അത് ഇങ്ങനെ ആയിരിക്കും, അത് നമുക്ക് നോക്കാം, ഇങ്ങനെ ഒരു ആചാര്യനുണ്ട് എന്ന് പറയുകയും അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യുകയും അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്യുകയും വന്നിട്ട് ഇത് എടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ആചാര്യൻ ആരാണ്? ആചാര്യൻ ഒരു ജ്യോത്സ്യർ പോലുള്ള ഒരു ആളാണ്. ആളെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ ഇത് ഏത് സമയത്താണ്? ഇത് രാത്രിയാണെന്നറിയാം, ആ ദൃശ്യങ്ങൾ അത് വ്യക്തമാണ്. ഏകദേശം ഇത് പുലർച്ചയിലാണോ ഇങ്ങനെ ഒരു ഇത് നടക്കുന്നത്? അവിടെ ഇങ്ങനെ പുലർച്ചെയല്ല, രാത്രി അർദ്ധരാത്രിയോട് കൂടിയാണ്. ഇത് ഏത് രൂപത്തിൽ എങ്ങനെയായിരുന്നു? ഈ കന്നിമൂലയിലാണ് എന്ന് ഇദ്ദേഹം കണ്ടെത്തിയത് എങ്ങനെയാണ്? അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു കോമ്പസും വേറൊരു മെഷീനും ഉണ്ടായിരുന്നു. അത് പുള്ളി മണ്ണിൽ നിന്ന് ആ ഒരു എനർജി ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു സിസ്റ്റമായിരുന്നു പുള്ളിയുടെ. ഇതുവരെ അങ്ങനെ ഒരു സിസ്റ്റം ആരുടെ കയ്യിലും കണ്ടിട്ടില്ല. പുള്ളി അതിലൊരു മികച്ച ഒരാൾ തന്നെയാണ്. അങ്ങേരാണ് അത് കണ്ടെത്തിയതും അത് പുറത്തേക്കെടുത്തതും. ഇത് മണ്ണിൽ കുഴിച്ച നിലയിലായിരുന്നു? ആണ്. 3 അടി താഴ്ചയിലോളമായിരുന്നു ഈ സാധനം ഉണ്ടായിരുന്നത്. സ്വാഭാവികമായി നമുക്കുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംശയം, 3 അടി താഴ്ചയിൽ കെ സുധാകരൻ്റെ വീടിൻ്റെ പ്രത്യേകതകൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏതാണ്ട് വലിയ 8 അടി പൊക്കത്തിൽ മതിലുള്ള പോലീസിൻ്റെ കാവലുള്ള CCTV നിരീക്ഷണം സദാസമയം ഉള്ള ഒരു വീടാണ്. ആ വീടിൻ്റെ കന്നിമൂലയിൽ 3 അടി താഴ്ചയിൽ കൈകൊണ്ട് ആർക്കും കുഴിക്കാൻ കഴിയില്ല. സ്വാഭാവികമായി ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ വീട്ടുമായി ആത്മബന്ധമുള്ള ഒരാൾക്കല്ലാതെ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ കഴിയുമോ? അതുതന്നെയാണ് എൻ്റെയും കെ സുധാകരനുമായി അടുത്ത് ബന്ധപ്പെടുന്ന ആളുകളൊക്കെ സംശയം. അതാണ്, ഇതാരവിടെ ചെയ്തു? ഇത്രയും സെക്യൂരിറ്റിയും CCTV ഉള്ള സ്ഥലത്ത്
ഇത്രയും ആളുകളുടെ കണ്ണ് വെട്ടിച്ച് ആർക്കത് ചെയ്യാൻ കഴിയും? ഈ CCTV കൃത്യമായി പരിശോധിച്ചാൽ അത് ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിയത്തില്ലേ? പക്ഷെ അത് അന്ന് നമ്മൾ പരിശോധിച്ചിരുന്നു. അപ്പോൾ അന്നൊന്നും കണ്ടില്ല. ഇത് എത്ര കാലം മുമ്പ് ഇട്ടതാണ് കുഴിച്ചിട്ടത് എപ്പോഴാണെന്ന് അറിയത്തില്ല. അതെ, CCTVയുടെ സ്റ്റോറേജിന് ഒരു പരിധി ഉണ്ടല്ലോ. അപ്പോൾ അതിന് മുകളിലേക്ക് പോയിട്ടുണ്ടാവും. പിന്നെ അതിൽ ഇത് കിട്ടിയത് കൊണ്ട് വിശദമായിട്ട് പിന്നെ അങ്ങനെ നോക്കാൻ നിന്നിട്ടില്ല. ഓക്കെ. അന്ന് ഇത് കണ്ടെത്തുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ഇത് കണ്ടെത്തുന്ന സാഹചര്യത്തേക്ക് നിങ്ങൾ ശാരീരിക ബുദ്ധിമുട്ടുകളെ പറഞ്ഞു. അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടായിരുന്നോ? ഇങ്ങനെ ഒരു അസ്വാഭാവികത തോന്നാൻ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടായിരുന്നോ? ഇല്ല, നിരന്തരമായ ഈ ശാരീരിക പ്രശ്നങ്ങളും പിന്നെ ഓരോ കേസുകളും, സുധാകരൻ സാറ് ഇല്ലാതെ കേസുകൾ തന്നെ വരികയും സോഷ്യൽ മീഡിയയിലായാലും മീഡിയാസിലായാലും നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കാൻ തുടങ്ങി. അത് തികച്ചും KPC പ്രസിഡന്റിനെ, അത് രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെ അങ്ങനത്തെ നീക്കങ്ങൾ നടക്കുന്നതല്ലേ? അവിടെ ഒരു കൂടോത്ര പ്രയോഗത്തിന്റെ പ്രസക്തി എന്താണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, സുധാകരനെ പോലത്തെ ഒരു നേതാവിന് അങ്ങനെ ഒരു വാക്കുപിഴയോ മുന്നേ ഇതുവരെ ഉണ്ടായിട്ടില്ല. നമ്മൾ സുധാകരൻ്റെ നാൾ വഴികൾ ഇതുവരെ നോക്കിക്കഴിഞ്ഞാൽ അത്രയും അഗ്രസീവായ ഒരു പൊളിറ്റീഷ്യൻ കേരളത്തിലെ കോൺഗ്രസ് ചരിത്രത്തിൽ തന്നെ വേറൊരു നേതാവില്ല. അങ്ങനെ ഒരു നേതാവിന് ഈ KPC പ്രസിഡന്റ് ആയതിനു ശേഷം ഈ അടിക്കടി വന്ന നാക്കുപിഴകളും അസുഖങ്ങളും പുള്ളി ഒരു ലൈംലൈറ്റിൽ നിന്ന് പുറകോട്ട് പോകുന്ന പോലെ നമ്മൾക്ക് തോന്നി. അതുകൊണ്ടാണ് ഇദ്ദേഹം ഈ KPCC അധ്യക്ഷനായതിനു ശേഷം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, അദ്ദേഹം ജിമ്മിൽ പോകുന്നതും ഈ പ്രായത്തിലും ഈ ഡംബലൊക്കെ എടുക്കുന്നതും, അല്ലെങ്കിൽ സാധാരണ ഒരു യൗവനക്കാർ എങ്ങനെയാണോ വ്യായാമം ചെയ്യുന്നത് അത്തരത്തിൽ ഈ ദിവസവും വ്യായാമം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ വലിയ തരത്തിൽ വൈറലായതാണ്. ആ സുധാകരനാണ് പിന്നീട് നടക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലേക്ക് മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അത് അദ്ദേഹത്തിന് ശാരീരികമായി നിലനിൽക്കുന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ്, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഇതിൽ കൂടോത്രമാണ് കാരണമെന്ന് അദ്ദേഹം വിശ്വസിച്ചു തുടങ്ങിയത് എപ്പോഴാണ്? അല്ല, ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് എയിംസിലടക്കം, ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡൽഹിയിലടക്കം ചെക്കപ്പ് ചെയ്തു. പല കേരളത്തിലുള്ള ഫേമസ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളിൽ ചെക്കപ്പ് ചെയ്തു, എറണാകുളത്ത്. പക്ഷേ എവിടെ നിന്നും അങ്ങനെയുള്ളൊരു ശാരീരിക അസ്വസ്ഥ ഉണ്ടാകുന്ന ഒരു മെഡിക്കൽ റിപ്പോർട്ടുകളും നമ്മൾക്ക് കിട്ടിയിട്ടില്ല. പിന്നെയും ഇതെന്തുകൊണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ പ്രശ്നം വരുന്നു, തലകറക്കം, അങ്ങനെ പല അസ്വസ്ഥതകളും പുള്ളിക്ക് വന്നുകൊണ്ടിരുന്നു. സ്കിന്നിന് പല പ്രശ്നങ്ങളും വന്നു. ഇപ്പോഴും പുള്ളി അത് അലർത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ ഈ ആദ്യ സ്ഥലത്ത് നിന്ന് ഇത് കണ്ടെത്തുന്നു. ഇത് കണ്ടെത്തിയതിന് ശേഷം ഈ നേരിട്ടിരുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളിൽ മാറ്റം വരാതിരുന്നതിനെ തുടർന്നാണോ പിന്നീട് 3 സ്ഥലങ്ങളിൽ കൂടി ഇതേപോലെ ഈ തകിടുകൾ കണ്ടെത്തിയെന്നാണ് ഞങ്ങൾക്ക് ലഭ്യമായിരിക്കുന്ന വിവരം? അത് എന്താണ്, അങ്ങനെ ഒരു കാര്യമുണ്ടോ? എന്താണ് അതിൽ സംഭവിച്ചിരിക്കുന്നത്? അത് ഇതെടുത്തതിന് ശേഷം കുറച്ച് റിലീഫ് ഉണ്ടായിട്ടുണ്ടെങ്കിലും പിന്നെ ഒരു മാസം കഴിയുമ്പോഴേക്കും അത് മൂർച്ച കൂടുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോഴാണ് വീണ്ടും ആചാര്യനായി ബന്ധപ്പെട്ടപ്പോൾ വീണ്ടും ഉണ്ട്, തിരുവനന്തപുരത്തും ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നതും, മുന്നേ താമസിച്ചിരുന്ന പേട്ട വീട്ടിൽ നിന്നും പുള്ളി വീണ്ടും കണ്ടെടുത്തു. അന്നേ ദിവസം തന്നെ KPC ഓഫീസിൽ ദിവസം തന്നെയായിരുന്നു, അത് സെയിം ഡേ ആയിരുന്നു. അന്ന് വൈകിട്ട് അല്ല, ഒരു ദിവസം വൈകിട്ടാണ്, രാത്രിയാണ് പേട്ടയിലെ വീട്ടിൽ നിന്ന് എടുത്തത്. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയിരുന്നു KPC ഓഫീസിൽ. അപ്പോൾ ഈ KPC ഓഫീസറൊക്കെ പ്രത്യേകിച്ച് രാത്രിയിൽ പോലും അവിടെ ആളുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ പകൽ സമയത്ത് ഇത്രയും അധികം ആളുകളില്ലേ, അവിടെ നിന്ന് ഇങ്ങനെ കണ്ടെത്തുന്നത് മറ്റ് നേതാക്കന്മാരും കണ്ടില്ലായിരുന്നു? ഇല്ല, രാവിലെ ഏർലി മോർണിംഗ് ആയിരുന്നു പോയത്, 7 മണി സമയത്ത്. അത് പോയി ടേബിളിൻ്റെ അടിയിലാണെന്ന് പുള്ളി ഐഡൻറ്റിഫൈ ചെയ്തു. ടേബിൾ പൊക്കുമ്പോൾ ടേബിളിൻ്റെ കാലിൻ്റെ അടിയിൽ ഈ തകിട് മാത്രം ഉണ്ടാകുകയാണ് ചെയ്തത്. ഈ തകിടിൽ എന്തെങ്കിലും എഴുതിയിരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടോ? ഞാനത് തൊട്ടില്ല, ആചാര്യം തന്നെയാണത് നോക്കിയിട്ട്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഈ കൂടോത്രത്തിൽ ശക്തിയുണ്ടെന്ന്? അല്ല, എനിക്കതിൽ കൂടോത്രത്തിൽ ഒരു വിശ്വാസവുമില്ല. പക്ഷേ അതിൻ്റെ എഫക്റ്റ് അനുഭവിച്ച പല സ്റ്റാഫുകളും പുള്ളിയുടെ കൂടെ തന്നെയുണ്ട്. മനസ്സിലായില്ല. ഡൽഹിയിലെ വസതിയിൽ നിന്നും ഇതേപോലെ സോഫയുടെ ഉള്ളിൽ നിന്നും കുറേ സാധനങ്ങൾ കിട്ടിയിരുന്നു. അപ്പോൾ ഡൽഹിയിലെ സ്റ്റാഫിനത് വിശ്വാസമില്ലാണ്ട് അവൻ എടുത്തത് കൈകൊണ്ട് കളഞ്ഞു. പക്ഷെ പിറ്റേ ദിവസം ആളുടെ കൈക്ക് മുഴുവൻ സ്കിൻ അലർജി വന്നു. കുറേ ദിവസം അതുകൊണ്ട് ശാരീരിക ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിക്കേണ്ടി വന്നു. അപ്പോൾ അതിൽ നിന്നുണ്ടാവും. നിങ്ങൾ അറിഞ്ഞു? അതുകൊണ്ട് നേരിട്ട് തൊടണ്ട അങ്ങനെ
എന്തായാലും ഒരു നെഗറ്റീവ് എനർജിയാണ്, അത് കൈകൊണ്ട് തൊടണ്ട, അതിൻ്റെ ആളുകൾ അത് ഡിസ്പോസ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു. ഇതിൽ ഒരേ സമയം കൗതുകമുണ്ട്, അതേസമയം ആകാംക്ഷയുണ്ട്. ഇതിലെ കൗതുകം എന്ന് പറയുന്നത് ശാസ്ത്രം ഇത്രയും പുരോഗമിച്ച ഒരു കാലത്ത് മുട്ടയ്ക്കകത്ത് കൂടോത്രം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ ചാടിക്കിടക്കരുത് എന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം ഒരു നിസ്സാരനാണോ കോൺഗ്രസിനെ കേരളത്തിൽ നയിക്കുന്ന KPCC അധ്യക്ഷൻ എന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഒരു വശത്ത് ഉയരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നത്, അദ്ദേഹം ഇത് വിശ്വസിക്കാൻ ഇടയാക്കിയ എന്തെങ്കിലും സാഹചര്യമുണ്ടോ വ്യക്തിപരമായി ഈ ശാരീരിക ബുദ്ധിമുട്ടുകൾക്കപ്പുറത്ത്? അനുഭവം തന്നെയാണല്ലോ ഏറ്റവും വലിയ ഗുരു. അത് ഓരോ ശാരീരിക പ്രശ്നങ്ങളും മറ്റു പല പ്രശ്നങ്ങളും പുറത്തു പറയാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ട്. അത് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പരിഹാരം തേടി എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ ചോദിക്കാൻ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇദ്ദേഹത്തിൻ്റെ വസതിയിൽ ഇങ്ങനെ കൂടോത്രം ഉണ്ടായി എന്ന കാര്യം ദേശീയ മാധ്യമങ്ങൾ വരെ വാർത്തയാക്കിയിരിക്കുകയാണ്. സ്വാഭാവികമായി അവിടെ ഉയർന്നു വരുന്ന അടുത്ത ഏറ്റവും ആകാംക്ഷ ഉണർത്തുന്ന കാര്യം, ഇതാരാണ് പിന്നിലെന്ന്. താങ്കൾ പറയുന്നതനുസരിച്ച് ഈ ആചാര്യൻ അദ്ദേഹത്തിൻ്റെ ഈ സംവിധാനങ്ങളൊക്കെ വെച്ച് അത് കണ്ടെത്തിയെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് അതിന് പിന്നിലാരാണ് എന്ന കാര്യത്തിലും ഏകദേശം ഒരു സൂചന അദ്ദേഹത്തിനെങ്കിലും KPCC അധ്യക്ഷനെങ്കിലും ഈ പറയപ്പെടുന്ന ആചാര്യൻ നൽകിയിട്ടുണ്ടായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും കൃത്യമായ പ്രതികരണം അദ്ദേഹം നിങ്ങളോട് നടത്തിയിട്ടുണ്ട്? എന്താണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? അതിനെക്കുറിച്ചുള്ള സൂചനകളൊക്കെ ഏതാണ്ട് കിട്ടിക്കഴിഞ്ഞു. പക്ഷെ അതിൻ്റെ ഫുൾ പ്രൂഫ് ഇനിയും കിട്ടിയിട്ടില്ല. ഏതാനും മിക്കവാറും കംപ്ലീറ്റ് ആയിട്ട് കിട്ടാനാണ് സാധ്യത. അത് കിട്ടിയതിന് ശേഷം ബാക്കി പ്രതികരണം ഉണ്ടാകും. ഞാൻ ചോദിക്കുന്നത്, കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പ് വൈരം അതിൻ്റെ മൂർധന്യത്തിലാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 2 വർഷം മാത്രമാണ്. സർക്കാരിനെതിരെ വലിയ ഭരണവിരുദ്ധ വികാരമുണ്ട്. അവിടെ സ്വാഭാവികമായി UDF അധികാരത്തിലേക്ക് വരുമെന്നൊരു പ്രതീതിയുണ്ട്. അവിടെ അദ്ദേഹത്തെ അധികാരസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താനുള്ള കോൺഗ്രസിനുള്ളിലെ തന്നെ ഒരു നീക്കമാണ് ഇതിന് പിന്നിലെന്ന ആക്ഷേപം പല കോണുകളിൽ നിന്ന് ഉയരുകയാണ്. ഇതിൽ വസ്തുതയുണ്ട് എന്ന് കരുതുന്നുണ്ടോ? അതുതന്നെയാണ് അതിൻ്റെ മുഖ്യ മൂലകാരണം എന്നാണ് ഞാനും കരുതുന്നത്. അതിന് വരും ദിവസങ്ങളിൽ പാർട്ടി നേതൃത്വം ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇത് കോൺഗ്രസ് പാർട്ടിക്ക്, കേരളത്തിലെ പൊതുസമൂഹത്തിനും ഇതൊരു അപകീർത്തി ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ താങ്കൾക്ക് ഒരു പക്ഷേ കൃത്യമായി ഇതിന് പിന്നിൽ ആരാണ് എന്ന തെളിവുകളല്ല, താങ്കൾക്കറിയാം എന്ന് തോന്നുന്നു. കാരണം താങ്കളുടെ പ്രതികരണങ്ങളിൽ നിന്ന് എനിക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് കോൺഗ്രസിലെ ഏതെങ്കിലും നേതാക്കൾ തന്നെയാണ് എന്നാണോ നിങ്ങൾ പറഞ്ഞു വെക്കുന്നത്? അത് കണ്ണൂർ ജില്ലയിൽ നിന്നുള്ളവരോ അതോ ഇവിടേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ വളർച്ചയിൽ അത്തരത്തിൽ ഒരു വിരോധം പൂണ്ടവർ, അങ്ങനെ ഏത് പേരാണെന്ന് പറയുന്നതിനുള്ള തടസ്സം എന്താണ്? അല്ല, പേരിപ്പോൾ ആരും അങ്ങനെ പറയും. നമ്മളൊരു വ്യക്തമായ എവിഡൻസ് ഇല്ലാതെ ഒരാളെ പേര് പറയുന്നത് ശരിയല്ലല്ലോ. പിന്നെ കോൺഗ്രസ് പാർട്ടി KPCC ഓഫീസിൻ്റെ ആസ്ഥാനത്ത് കയറി വെക്കണ്ടെങ്കിൽ കോൺഗ്രസ്സുകാർക്കല്ലാതെ വേറെ ആർക്കും അത് കഴിയുമില്ല. അല്ല, അത് എല്ലാവർക്കും അറിയാം, അത് പൊതുവിൽ എല്ലാവർക്കും അറിയാം. അവിടെ ഇത് കൃത്യമായി ഇങ്ങനെയൊരു ലക്ഷ്യം, അതായത് ഇത് സ്ഥാപിച്ചതിൻ്റെ ലക്ഷ്യം എന്താണ് എന്നായിരുന്നു ഈ ആചാര്യൻ അന്ന് പറഞ്ഞത്. അത് വ്യക്തമായിട്ട് പുള്ളി പറഞ്ഞിട്ടില്ല. സാറുമായിട്ടാണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് വരുന്ന ആളുകളിൽ പുറത്തു വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്കൾ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായ സന്തത സഹചാരിയായി ദീർഘവർഷങ്ങൾ കൂടെ ഉണ്ടായിരുന്നയാളാണ്. ഏതാനും നാളുകളായി അദ്ദേഹത്തോടൊപ്പം താങ്കളെ കാണാറില്ല. താങ്കൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഇല്ലേ, അതോ എന്താണ് അത് സംബന്ധിച്ച വസ്തുത? ഞാൻ പുള്ളിയുടെ പേഴ്സണൽ സ്റ്റാഫിലായിരുന്നു. ലൈസൺ ഓഫീസറായി ടു ദ PCC പ്രസിഡൻ്റ് ആയിരുന്നു എൻ്റെ പോസ്റ്റ്. വ്യക്തിപരമായ കാരണങ്ങളാൽ ലീവിലാണ്. താങ്കളെ അദ്ദേഹം പുറത്താക്കിയതാണ് എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ ആ ഘട്ടത്തിൽ ഉയർന്നിരുന്നു. അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ? എന്നെ ഇതുവരെ പുള്ളി പുറത്താക്കിയിട്ടില്ല. അങ്ങനൊരു ലെറ്ററോ കാര്യങ്ങളോ എനിക്ക് ഈ സമയം വരെ കിട്ടിയിട്ടില്ല. മറ്റു വല്ല പ്രശ്നങ്ങൾ വന്നപ്പോൾ, കേസുകളുമായി സംബന്ധിച്ച് വന്നപ്പോൾ എന്നോട് മാറി നിൽക്കാൻ പറഞ്ഞു. ഞാൻ ഈ സമയം വരെ മാറി നിൽക്കുന്നു. നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണ് ഇപ്പോൾ? വ്യക്തിപരമായ ബന്ധങ്ങളുണ്ട്. ആവശ്യങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താറുമുണ്ട്. കൂടെ സ്റ്റാഫായിട്ട് കൂടെ നടക്കുന്നില്ല എന്നുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും. ഈ K. സുധാകരനെ KPCC അധ്യക്ഷനെ ഇല്ലാതാക്കാനുള്ള നീക്കത്തിന് പിന്നിൽ കോൺഗ്രസിലെ ഏതെങ്കിലും പ്രമുഖ നേതാക്കൾക്ക് പങ്കുണ്ടോ? ഉണ്ടാവുമെന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച ഒരു വിശ്വാസം. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്നാണല്ലോ
പൊതുവെ പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഭീമൻ ആരാണ് എന്നാണ് ഞാൻ കുറച്ചുകൂടി വ്യക്തമായി ചോദിക്കുന്നത്. ആ ഭീമൻ വരുന്ന ആളുകളിൽ എന്തായാലും മറന്നേക്ക് പുറത്തു വരാതിരിക്കില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി, ഇത്തരമൊരു വലിയ വിവാദമുണ്ടാകുന്നു, ഇത്രയധികം നേരമായിട്ടും KPCC അധ്യക്ഷനോ ആ ശബ്ദത്തിൽ പറഞ്ഞു കേട്ട രാജ്മോഹൻ ഉണ്ണിത്താനോ രണ്ടുപേരുടെയും ശബ്ദം വളരെ വ്യക്തമാണ്. അവർ ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് വരാത്തത് എന്തുകൊണ്ടായിരിക്കും? അതിലൊരു വ്യക്തത വരുത്തേണ്ടതല്ലേ? ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്നവരല്ലേ രണ്ടുപേരും? അത് അവർ തന്നെ വ്യക്തമാക്കേണ്ട കാര്യമാണ്. ഞാനിപ്പോൾ ഇതൊരു പരാതിയായിട്ട് കോൺഗ്രസ് ഹൈക്കമാൻഡിനും കേരളത്തിലെ പാർട്ടി നേതൃത്വത്തിനും ഒരു പരാതിയായിട്ട് പുട്ടപ്പ് ചെയ്യാനാണ് പോകുന്നത്. ഇതിനെന്തായാലും ഒരു സൊല്യൂഷൻ ഉണ്ടാവണം. ഇത് എപ്പോഴും വരുന്ന KPCC പ്രസിഡന്റുമാർക്ക് ഇങ്ങനെ ഒരു അപജയം സംഭവിക്കുന്നത് പാർട്ടിയെ സംബന്ധിച്ചോളം ഇതാണ്. വ്യക്തിപരമായി സുധാകരൻ സാറിനും അത് ഒരു തീരെ നഷ്ടമായി വരും. അതുകൊണ്ട് അത് ഇനി ഫ്യൂച്ചറിലെങ്കിലും കോൺഗ്രസ് പാർട്ടിയിൽ ഇത് ഇല്ലാതിരിക്കണം എന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇത് ഒരിക്കൽ മാത്രം ഉണ്ടായ സംഭവമല്ല എന്നാണോ പറഞ്ഞു വരുന്നത്? അതായത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, ഇതിനു മുൻപും ഇതേ നേതാക്കൾ തന്നെ ഇത്തരം ഈ പ്രവർത്തികളിൽ, ഹീനമായ പ്രവർത്തികളിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നാണോ പറഞ്ഞു വരുന്നത്? തീർച്ചയായും. മുന്നേ സുധാകരൻ സാറിന് മുന്നേ ഉണ്ടായ 2 KPCC പ്രസിഡന്റുമാർക്കും ഇതേ ദുരനുഭവമായിട്ടുണ്ടല്ലോ. ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ സാറായി കഴിഞ്ഞാലും VM സുധീരൻ സാറായി കഴിഞ്ഞാലും ഇതിൻ്റെ ബലിയാടുകളാണല്ലോ. അവരും മാധ്യമങ്ങളിൽ മുന്നേ ഇത് പറഞ്ഞതാണ്. അന്നൊന്നും ഇത് ഇത്ര വിവാദമായി വരികയോ സീരിയസ് ആയി എടുക്കുകയോ ആരും ചെയ്തിട്ടില്ല. ഇത്രയും ശാരീരിക ബുദ്ധിമുട്ടും ഇതുകൊണ്ടുള്ള ഇത് അനുഭവിക്കുന്നതിന് ശേഷമാണ് സുധാകരൻ സാറ് പോലും. ഇടത് കേന്ദ്രങ്ങൾ പറയുന്നത് ഇത് കൊട്ടേഷൻ കൂടോത്രമാണ് എന്നാണ്. കൊട്ടേഷൻ കൂടോത്രം എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ അവർ രൂക്ഷമായ വിമർശനം ഈ മുന ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവിനെതിരെ വരെ വിമർശനം ഉയരുന്ന സാഹചര്യമുണ്ടായി. ഇത് അങ്ങനെ ഒരു കൊട്ടേഷൻ കൂടോത്രമാണ്, അതായത് ആരോ ഏറ്റെടുത്ത് മറ്റാർക്കു വേണ്ടി ചെയ്തതാണ് എന്ന ഒരു വിലയിരുത്തൽ, അങ്ങനെ ഒരു കാര്യം ഏതെങ്കിലും കോണിൽ ഈ കെ സുധാകരനോടൊപ്പം താങ്കൾ ഉണ്ടായിരുന്ന സമയത്തുണ്ടായിട്ടുണ്ട്? തീർച്ചയായും ഒരു കൊട്ടേഷൻ കൂടോത്രമായിട്ട് തന്നെയാണ് എനിക്കും തോന്നുന്നത്. കെ സുധാകരൻ സാറിനെ സംബന്ധിച്ചോളം നിങ്ങൾക്കറിയാമല്ലോ, കണ്ണൂരിൽ ഇത്രയേറെ കടമകൾ കടന്നാണ് പലതവണ പുള്ളിയുടെ ലൈഫ് ത്രെട്ട് പോലും ഉണ്ടായിട്ടുണ്ട്. അന്നൊന്നും പതറാതെ കെ സുധാകരൻ സാർ ഈ സമയത്ത് KPCC പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഇങ്ങനൊരു അനുഭവം അനുഭവിക്കുന്നത് ഒരു ആശ്ചര്യമായിട്ടാണ് കണ്ണൂരിലുള്ള കോൺഗ്രസ്സുകാർക്ക് തോന്നുന്നത്. ഈ തിരുവനന്തപുരത്ത് അടക്കമുള്ള ഈ മാധ്യമ പ്രവർത്തകർക്കിടയിലും അല്ലെങ്കിൽ ഈ നേതാക്കന്മാർക്കൊക്കെ ഇടയിൽ നമ്മൾ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഈ KPCC അധ്യക്ഷൻ പേരിന് അവിടെ ഇരിക്കുകയാണ്, അദ്ദേഹത്തെ ചിലർ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് എന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ പൊതുവെ വ്യാപകമായി ഉയരുന്നുണ്ട്. അതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ? എന്താണ് അദ്ദേഹം അങ്ങനെയൊരു വിമർശനത്തിൽ കഴമ്പുണ്ടെന്ന് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ഒരാളെന്ന നിലയിൽ താങ്കൾ കരുതുന്നുണ്ടോ? അതിപ്പോൾ പല ഭാഗത്തു നിന്നും, പാർട്ടി ഫോറത്തിൽ നിന്നും ബൂത്ത് തലത്തിൽ നിന്നും പല പരാതികളും വരുന്നുണ്ട്. അത് എത്രമാത്രം ശരിയാണെന്നുള്ള കാര്യം പാർട്ടി അന്വേഷിക്കേണ്ട കാര്യമാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതുമാണ്. ഇനി അവസാനമായി ഒരു കാര്യം കൂടി, ആരാണ് ഇതിന് പിന്നിലുണ്ടായിരുന്ന ആ പ്രമുഖ കോൺഗ്രസ് നേതാവെന്ന് വരുന്ന ദിവസങ്ങളിൽ താങ്കൾ തന്നെ വെളിപ്പെടുത്തും എന്നാണോ പറഞ്ഞു വരുന്നത്? അതിൻ്റെ 100% എവിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും അത് വെളിപ്പെടുത്തുന്നതാണ്. പിന്നെ ഈ 1.5 വർഷം ഇങ്ങനെയൊരു ദൃശ്യങ്ങൾ, ഈ സംഭവമുണ്ടായി 1.5 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾക്ക് ഈ ദൃശ്യം ലഭ്യമാകുന്നത്. അപ്പോൾ ഈ ദൃശ്യം ഇപ്പോൾ പുറത്ത് വരുന്ന സാഹചര്യം ഉൾപ്പെടെ വലിയ തരത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ എന്താണ് താങ്കളുടെ അഭിപ്രായം? ഈ 1.5 വർഷത്തിനിപ്പുറവും പുള്ളിക്ക് വീണ്ടും ഇപ്പോൾ പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞു, പുള്ളി ഇതുവരെ ഇല്ലാതെ ഒരു അഭൂതപൂർവമായ ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചു കഴിഞ്ഞതിന് ശേഷവും പുള്ളിക്ക് വീണ്ടും ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ അടിക്കടി വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അത് വീണ്ടും ഇതിൻ്റെ കാരണം തന്നെ ആണെന്നാണ് എൻ്റെ ഉറച്ച ബോധ്യം. അതായത് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ വീണ്ടും ഈ സമാനമായ തരത്തിലുള്ള കൃത്യം നടന്നതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്നതെന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? തീർച്ചയായും. അദ്ദേഹത്തെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കാൻ പോലും പലതരത്തിൽ നിന്നുള്ള ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇത് നടന്നു വരുന്നതെന്നാണ് എൻ്റെ ഇപ്പോഴത്തെ സംശയം. അതിന് പിന്നിൽ ആരാണ്? അതിന് പിന്നിൽ ആരാണെന്നാണ് കണ്ടെത്തേണ്ടത്. അത് പാർട്ടി ഫോറങ്ങളിൽ ഞാനിപ്പോൾ പരാതി കൊടുക്കുകയാണ്. പാർട്ടി അത് തീർച്ചയായും കണ്ടെത്തുക. എന്തായാലും ഈ വലിയ വിവാദങ്ങൾക്ക് ഇടയിലാണ് താങ്കളുടെ ഒരു അഭിമുഖം ഞങ്ങൾക്ക് ലഭിക്കുന്നത്. സ്വാഭാവികമായി 2 ദിവസമായി ഇതിന് പിന്നിലുള്ള വസ്തുത എന്താണ് എന്നറിയാനുള്ള പരക്കം പാച്ചിലായിരുന്നു ഞങ്ങളും.
നിലപാട് വ്യക്തമാക്കിയതിന് വളരെയധികം നന്ദി. സംസ്ഥാന രാഷ്ട്രീയത്തിൽ, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കോളിളക്കമുണ്ടാക്കിയേക്കാവുന്ന പ്രതികരണമാണ് KPCC അധ്യക്ഷൻ്റെ മുൻ സ്റ്റാഫ് അംഗമായിരുന്ന വിപിൻ മോഹൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതായത് കോൺഗ്രസിലെ തന്നെ ഒരു പ്രമുഖ നേതാക്കളുടെ അറിവോടെയാണ് കെ സുധാകരനെ അപായപ്പെടുത്താനുള്ളൊരു നീക്കം നടന്നിരിക്കുന്നതെന്നാണ് വിപിൻ മോഹൻ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും അദ്ദേഹം ഹൈക്കമാൻഡ് നേതൃത്വത്തിനും KPCC നേതൃത്വത്തിനും പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. ഈ സംഭവത്തിൽ പാർട്ടി തല അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. എന്തായാലും ഇനി KPCC അധ്യക്ഷനും രാജ്മോഹൻ ഉണ്ണിത്താൻ MP-യും ഈ വിഷയത്തിൽ വിപിൻ നടത്തിയ ഈ വെളിപ്പെടുത്തലുകളോട് KPCC അധ്യക്ഷൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ പോകുന്ന പ്രതികരണം എന്താണ് എന്നതാണ് രാഷ്ട്രീയ കേരളം ആകാംക്ഷയോട് ഉറ്റുനോക്കുന്നത്. ക്യാമറമാൻ ഹരികൃഷ്ണനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. കോൺഗ്രസ് നേതൃത്വത്തിനകത്ത് മാത്രമല്ല മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലും വലിയ ചർച്ചയായ വാർത്തയിന്മേലാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ ഉണ്ടായിട്ടുള്ളത്. അതും കോൺഗ്രസിൻ്റെ KPCC അധ്യക്ഷൻ്റെ വിശ്വസ്തൻ കൂടിയായ വിപിൻ്റെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്.